ഇന്ന് ആമിയുടെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ് കേട്ടോ. നമ്മളതിന് പോകാനായിട്ട് റെഡി ആവുമായിരുന്നു. ആമിക്ക് ഈ ഡ്രസ്സിന് മാച്ച് ചെയ്തൊരു വാച്ചാണ്. അത് അച്ചാച്ചൻ കെട്ടി കൊടുക്കണം. അമ്മാമ്മയാണ് ഒരുക്കി കൊടുത്ത ആൾ. അങ്ങനെ ആമി പ്രാർത്ഥിച്ചിറങ്ങട്ടോ. ഞങ്ങൾ എന്തൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുക. അപ്പോൾ അതുപോലെ തന്നെ ആമിയും പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് പഠിക്കാൻ ബുദ്ധി തരണേ, കുറുമ്പൊക്കെ കുറയ്ക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഐശ്വര്യനെ കണ്ടു. ഐശ്വര്യയാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്തത്. അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ടാണ് ആമിയുടെ കൈ പിടിച്ചിട്ട് ആദ്യമായിട്ട് അംഗനവാടിക്ക് കൊണ്ടുപോകണത്. അവിടെ ചെന്നപ്പോഴേ എനിക്ക് ടീച്ചർ ഒരു ഇതൊക്കെ തന്നു കേട്ടോ, തലയിൽ സ്റ്റാപ്ലർ അടിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അളവിന് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് വേണം തലയിൽ വെച്ച് കൊടുക്കാൻ. ഈ ഇരിക്കുന്നതൊക്കെ പുതുതായിട്ട് ഈ വർഷം അംഗനവാടിയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് ആമിയുടെ അംഗനവാടി. നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഓരോ കടലാസ് കൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് കയറുമ്പോൾ കുറേ കുട്ടികൾക്ക് വേണ്ട കുറച്ച് പെയിൻറ്റിങ്സൊക്കെ അവിടെ ഉണ്ട്. ആമി വളരെയധികം ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആമിക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ അംഗനവാടിയിലെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം കേട്ടോ ഈ കാണുന്നത്. പിന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ലീല ടീച്ചർ. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീല ടീച്ചർ തന്നെയാണ് അംഗനവാടിയിൽ എന്നെയും പഠിപ്പിച്ചത്. ഇനി ഈ ലീല ടീച്ചർ തന്നെയാണ് എൻ്റെ മോളെയും പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് കേട്ടോ ഞാനും ലീല ടീച്ചറും. ഇന്നത്തെ ഈ വേദിയിൽ ടീച്ചർ അതെടുത്ത് പറയുകയും ചെയ്തിരുന്നു. ആമിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ടതേ ഈ കുഞ്ഞുവാവനെ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. ആമിക്കാണെങ്കിൽ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ആമി പൊതുവേ ഭയങ്കര കുറുമ്പിയാണെങ്കിലും ചെറിയ കുട്ടികളൊന്നും അങ്ങനെ കുറുമ്പ് കാണിക്കില്ല കേട്ടോ. ഭയങ്കര കെയറിങ് ആണ്. സാധാരണ ദിവസത്തേക്കാളും ആമി ഇന്ന് ഇത്തിരി ടയേർഡാണ്. കാരണം ആമിക്ക് നല്ല വയറുവേദനയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങി, അധികം സമയം ഇവിടെ നിന്നില്ല, നമ്മൾ വേഗം ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, വയറൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ ഒട്ടിച്ച ഒരു സംഭവമില്ലേ അത് കളയാനായിട്ട് കൂട്ടാക്കണില്ല. വീട്ടിൽ ചെന്നിട്ട് ആളുടെ ഫ്രണ്ട്സിന് അത് കാണിച്ചു കൊടുക്കണം എന്നാണ് കേട്ടോ പറയണത്. പിന്നെ ഈ സ്കാനിങ് സെൻറ്ററിൽ വന്നിട്ട് അച്ചാച്ചൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് കേട്ടോ ആൾ സ്കാനിങ് റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. എന്തൊരു വെറൈറ്റി വെയിറ്റിംഗ് ആണല്ലേ ഇത്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.